ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റാപ്പർ വേടന് ലഭിച്ചതോടെ മലയാള സംഗീത ലോകത്ത് കടുത്ത പ്രതികരണങ്ങളാണ് ഉയരുന്നത്. പലർക്കും ഈ പ്രഖ്യാപനം അതിശയകരമായി തോന്നിയിരിക്കുകയാണ്. മലയാള ഗാനരചന ഇത്രത്തോളം അധപ്പതിച്ചോ എന്നതാണ് സോഷ്യൽ മീഡിയയിലുടനീളം ഉയരുന്ന പ്രധാന ചോദ്യം. മലയാള സിനിമയുടെ സംഗീത ചരിത്രം ഒരിക്കൽ വയലാർ രാമവർമ്മ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഗിരീഷ് പുത്തഞ്ചേരി, ONV കുറുപ്പ്, യൂസഫലി കേച്ചേരി എന്നീ മഹാന്മാർ അലങ്കരിച്ച മണ്ഡലമായിരുന്നു. ഓരോ വരിയിലും കവിതയും സംഗീതവും കലർന്നിരുന്ന ആ കാലഘട്ടം മലയാള ഗാനരചനയുടെ സുവർണ യുഗമായിരുന്നു എന്ന് ഇന്നും ആരാധകർ ഓർക്കുന്നു. ഈ തലമുറയിലും വിനായക്, ശശികുമാർ, മനു മഞ്ജിത്ത്, റഫീഖ് അഹമ്മദ് തുടങ്ങി നിരവധി കഴിവുള്ള എഴുത്തുകാർ മലയാള സംഗീതത്തിന്റെ ഭരം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന പാട്ടെഴുതിയ വേടന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് ലഭിച്ചത്. പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. മലയാളികൾ അത്രയും സുന്ദരമായ ഭാഷയിൽ എഴുതിയിരുന്ന പാട്ടുകൾ കേട്ടിരുന്ന ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ റാപ്പ് പാട്ടുകൾക്ക് അവാർഡ് നൽകുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് വിമർശകരുടെ നിലപാട്. പഴയ പാട്ടുകളിലെ കാവ്യ സൗന്ദര്യവും ആഴമുള്ള ഭാവനയും ഇന്നത്തെ അവാർഡ് തീരുമാനങ്ങളിൽ കാണാനില്ലെന്ന വേദനയും നിരവധി പേരുടെ പ്രതികരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. വയലാറും കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും ONVയും ജീവിച്ചിരുന്ന കാലത്തെ പോലെ ആ ഭാഷകളുടെ ഭംഗിയും കാവ്യത്തിന്റെ രസവും ഇന്നില്ല. ഇന്നത്തെ പാട്ടുകളിൽ ആ ആത്മാവാണ് കാണാത്തതെന്നാണ് ചിലരുടെ പ്രതികരണം. വേടനെ അനുകൂലിച്ച് ഒരു വിഭാഗം പുതിയ കാലത്തിന്റെ പുതിയ ശൈലിയെന്ന് വിശദീകരിച്ചെങ്കിലും ഭൂരിഭാഗം മലയാള സംഗീത പ്രേമികൾക്ക് ഈ തീരുമാനം മലയാള ഗാനരചനയുടെ നിലവാരത്തിൽ വന്ന ഇടിവെന്നാണ് പറയുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.